സുഹൃത്തുക്കളെ, അർജുൻ റെസ്ക്യൂവിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് അവിടേക്ക് എത്തുകയും അവരെ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് ആ ഒരു പ്രദേശം മുഴുവൻ അവിടുത്തെ ഗവൺമെന്റ് എന്നെ പിടിച്ചടക്കുന്ന രീതിയിൽ അവർ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ കിട്ടിയാൽ മതി, അദ്ദേഹം എവിടെയുണ്ടെന്നുള്ള സൂചന കിട്ടിയാൽ മതി എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ചാനൽ എന്ന് പറയാവുന്നത് അത് റിപ്പോർട്ടർ എന്ന് പറയുന്ന ആ ഒരു ചാനലായിരിക്കും. ഇപ്പൊ പറഞ്ഞു വരുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ഇടപെടലുകൾ പലപ്പോഴും ആ രക്ഷാപ്രവർത്തനത്തിൽ ഒരു തടസ്സമായി നിന്നിട്ടുണ്ടെന്നതാണ്. അതിന് മറുപടിയായിട്ട് റിപ്പോർട്ടർ ചാനൽ പലതും പറയാറുണ്ട്. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ വെറും എസ് ആർ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. തെറ്റ് കണ്ടാൽ ഞങ്ങൾ അത് വിമർശിക്കും. ആ വിമർശിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെ പേരെടുത്തിട്ട് അവരങ്ങനെ പറഞ്ഞതിൽ, കർണാടക ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തില്, ഈ ഒരു സമയത്ത് നമ്മൾ മലയാളികൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ? നമ്മൾ അവിടെ പോയിട്ട് പ്രവർത്തിച്ച നിലകൾക്കെല്ലാം തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇവിടെ നിന്ന് അവിടെ പോയിട്ട് അന്വേഷിക്കാൻ പോയ ഒരു ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്തെന്ന് പറയുന്ന ഇസ്രായേൽ എന്നൊക്കെ ഒരു പേരോട് കൂടിയുള്ള ആ ഒരു ചെങ്ങാതിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ? നമുക്ക് ആദ്യ അവസാനം അദ്ദേഹം പറഞ്ഞത് ആ ഒരു ലോറി ഉണ്ടായിരിക്കുക ആ മലയുടെ അടിവാരത്തിൽ തന്നെ ആയിരിക്കും എന്നാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അത് പുഴയോട് ചേർന്നാണ് ഉള്ളത്, പുഴയിലേക്ക് നീങ്ങി വന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പൊ കിട്ടുന്ന. ആ ഭാഗത്ത് അതിന്റെ അന്വേഷണം നടക്കുന്നു. കയറെങ്ങാണ്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. 5 മീറ്റർ താഴെ മാത്രമാണ് ആ ലോറി കിടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നു. ഒരു ദൃക്സാക്ഷി എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട് ആ ലോറി മറഞ്ഞു വീണത് 2 ദിവസം ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു മനോരമയിൽ ഒരു റിപ്പോർട്ട് കാണാനുണ്ട്, മനോരമ പേപ്പറിൽ. ഇങ്ങനെ സംഗതികളൊക്കെ ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളികൾ അവിടെ പെട്ടതിന് ശേഷം നമ്മളുടെ ഒരു ആവശ്യപ്രകാരം മാത്രമായിരുന്നു അവിടെ അന്വേഷണം നടന്നത്. അതല്ലാതെ ആ ഒരു പ്രദേശത്തിന്റെ രീതികളെല്ലാം പറയുന്ന അവർക്ക് കൃത്യമായിട്ടും എന്തെങ്കിലുമൊക്കെ രൂപരേഖ ഉണ്ടായിരുന്നു എന്ന് വലിയ പിടുത്തം കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ചാനലുകളുടെ ഇത്തരം ഇടപെടലുകളെ കുറിച്ചിട്ട് പലപ്പോഴും ചാനലിന്റെ ഇടപെടലുകൾ ഇത് റോങ് ആക്കി മാറ്റിയിട്ടുള്ള ഒരു സംശയത്തിലേക്ക് കൂടി ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോഴത്തെ ചാനലുകളുടെ ആ ഒരു പ്രവർത്തനത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇപ്പോൾ അദ്ദേഹം വളരെ രോഷാകുലനായിട്ട് ഇട്ടിട്ടുണ്ട്. ചാനലുകാര് അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് അവരുടെ റേറ്റ് കൂട്ടുവാൻ വേണ്ടി മാത്രമായിട്ട്, അവരുടെ കാഴ്ചക്കാരെ കൂട്ടുവാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അഖിൽ മാരാർ പറയുന്നത്. ഞാനിപ്പോൾ ഈ അവസാന സമയത്ത് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം കൂടി ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യത്തിലും ചിലതെങ്കിലും സത്യസന്ധമായിട്ടില്ലേ, ചിലതെങ്കിലും ശരിയല്ലേ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിപ്പോവുകയും ചെയ്യും. ആ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ചാനലിൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും യൂട്യൂബില് പ്രൈം ടൈമിൽ ഓടുന്ന ഒരു വിഷയം എടുത്തു വെച്ച് ആളിക്കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം. നിനക്കൊക്കെ എന്ത് സ്നേഹമാണ് ഉള്ളത്? നീയൊക്കെ നാളെ അടുത്ത വാർത്ത ഇറങ്ങി. നിനക്കല്ലാതെ അർജുനോടൊക്കെ എന്ത് മാന്യത, എന്ത് സ്നേഹം? ഇവിടുത്തെ ഏത് മനുഷ്യ ജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത്? നിനക്കൊക്കെ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത്? ഏത് വിഷയത്തിലാണ് നീയൊക്കെ നീതി നേടിക്കൊടുത്തിട്ടുള്ളത്? അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന കണക്ക് അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ എടുത്തു വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക. അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് നീയൊക്കെ കൊണ്ടുവന്നുള്ള വിഷയത്തിൽ നീതി നേടിക്കൊടുത്തിട്ടുള്ളത്? എത്രയോ വിഷയങ്ങൾ നമുക്ക് മുന്നിൽ വന്നു, എത്രയോ വിഷയങ്ങൾ വന്നു. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തെമ്മാടിത്തരമായി മാറരുത്. അത്രയേറെ അരിശമാണ് ഓരോരോ മാധ്യമ പ്രവർത്തനം വായിക്കുന്ന വീട്ടിൽ നിർമ്മിച്ച് പോകുന്നത് കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നത്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന PK ബാലകൃഷ്ണന്റെ മഹാഭാരതത്തിന്റെ ഈടുകളിൽ നിന്നെടുത്ത ഒരു നോവലുണ്ട്. അതുപോലെ കേരളത്തിന്റെ ദുരന്ത മുഖത്തു നിന്നും നമുക്ക് മുന്നിലേക്ക് എത്തിയ ഒരു വാർത്തയിൽ നിന്ന് ഞാനും പറഞ്ഞു തുടങ്ങിയാണ് ഇനി ഞാൻ പറയട്ടെ. എനിക്ക് ഇനിയാണ് പറയാനുള്ളത്. ഇതുവരെയും പറയുന്നത് അർത്ഥമില്ലായിരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടിയിട്ട് കേരളം ഒന്നാകെ കാത്തിരുന്ന നിമിഷങ്ങളിൽ എന്നെ കേൾക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലോ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ വിട്ടിത്തരത്തിലൂടെ പടച്ചുവിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അനാവശ്യമായ ജനരോഷം കുത്തിയിളക്കി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ ഒരു ശാപമായി മാറാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നോട് പല ആൾക്കാരും പലപ്പോഴായി പറഞ്ഞപ്പോഴും ചേട്ടൻ എന്തുകൊണ്ട് അർജുന്റെ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചപ്പോഴും ഞാൻ നിശബ്ദത പാലിച്ചു മാറി നിന്നത്. എനിക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കാരണം വേണമായിരുന്നു. ഞാൻ ആർക്കെതിരെ എന്തിനെതിരെ പറയണമെന്നുള്ളൊരു കാരണം. എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു വിഷയത്തിൽ എന്താണ് അവിടെ ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവിടെ എങ്ങനെ ഇടപെടാൻ കഴിയണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത കാലത്തോളം
എനിക്ക് മുന്നിലുള്ള സംവിധാനങ്ങളെ വിശ്വസിച്ചേ പറ്റൂ എന്ന അവസ്ഥയിൽ നിശബ്ദനായിരുന്ന സമയത്തും ഞാൻ എനിക്ക് എന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കിന്റെ ഭാഗമായിട്ട് ഞാൻ ജോർജിയയിൽ വന്ന് അതിന്റെ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞു അഖിലേട്ടൻ പ്രതികരിച്ചില്ല. ശരി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിച്ചു. പക്ഷേ എനിക്കിനി പറയണം, എനിക്കിനിയാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നിൽ നിരവധി ദുരന്തങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടായേക്കാം. ഈ ദുരന്തങ്ങളെ എങ്ങനെ നാം നോക്കിക്കാണണം, അതിനെ എങ്ങനെ നാം അതിജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നിവിടെ ഏറ്റവും ശാപമായി മാറിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ 4-ാം തൂണ്, ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം. ഈ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെ നശിപ്പിച്ച് നാണാണക്കല്ലടിപ്പിച്ച് ഏതൊരു മനുഷ്യന്റെ ജീവനെയും വികാരത്തെയും എല്ലാം വിറ്റ് തിന്നുന്ന പരമനാറികളായി ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. ഏറെക്കുറെ സോഷ്യൽ മീഡിയക്ക് ഒരു പരിധിവരെ ഈ തെമ്മാടികളുടെ തെമ്മാടിത്തരത്തെ എതിർക്കാനും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവന്മാർക്ക് ഇന്ന് ഉള്ള ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ജനങ്ങൾ എന്ത് ചിന്തിക്കണം, ജനങ്ങൾ എന്ത് പറയണം, ജനങ്ങൾ എന്ത് കാണണം എന്നുള്ളത് ഇവരുടെ മാത്രം അജണ്ടയായിരുന്നു. ഇന്നത് മാറി സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ, ജനങ്ങൾ സത്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ ഇവന്മാരുടെ അജണ്ടകൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ പോയി. എല്ലാവരെയും അല്ല കേട്ടോ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ജീവിതത്തിൽ മാധ്യമ പ്രവർത്തകരാകണം, മാധ്യമ പ്രവർത്തനത്തിന്റെ മഹോന്നതി ഉയർത്തിപ്പിടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന എനിക്ക് പേഴ്സണലി പരിചയമുള്ള നിരവധി മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ തന്നെ സ്നേഹപൂർവ്വവും നന്ദിപൂർവ്വവും ഓർമ്മിപ്പിച്ചുകൊണ്ട് വൃത്തികെട്ട മാധ്യമ പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ നാറിയ ജന്മങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യത്തെ കുറിച്ച് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏറ്റവും ബുദ്ധി മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്പജ്ഞാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടമാണ്. രക്ഷാപ്രവർത്തനം എന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന വിഡ്ഢികളെ മാറ്റി നിർത്താനും അവന്മാർ പറയുന്ന കാര്യങ്ങൾക്ക് പുല്ലുവില പോലും കൊടുക്കാതെ അവന്മാരെ ക്യാമറകൾ കണ്ണുകളിൽ നിന്ന് മാറ്റി നിർത്താനും ഇന്നത്തെ മാധ്യമപ്രവർത്തകർക്ക് കഴിയാതെ പോയി. പകരം അവരെന്താ ചെയ്തത്? അവർ ഈ നാട്ടിലെ ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സന്നദ്ധ പ്രവർത്തകരെന്നും രക്ഷാപ്രവർത്തകരെന്നും പറഞ്ഞിട്ട് കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ വാക്കുകൾ പ്രചരിപ്പിച്ച് അനാവശ്യമായി രാവിലെ മുതൽ രാത്രി വരെ ഒരു വിഷയത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവനെ വെച്ച് വിറ്റ് കാശാക്കിയ ഈ നാരികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കൊറോണ വന്നു. കൊറോണ വന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് എന്റെ തലയിൽ ധാരാളം ഉള്ള ഒരു സാധനം, തലമുടി മാത്രമല്ല ഒരല്പം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. ഇതില്ലാത്തവൻ, ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ, സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ ഈ കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ എത്ര നാളുകൾ കൊണ്ട് വിഡ്ഢിയാക്കുന്നു നിങ്ങൾക്കറിയാമോ? കൊറോണ വന്ന സമയത്ത് ആദ്യത്തെ 24 എന്ന് പറയുന്ന ചാനൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിൽ നിങ്ങൾ കാണണം, ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു അപകടം എത്തുമ്പോൾ ജനങ്ങൾക്ക് ഭീതി പടർത്തി അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയല്ല വേണ്ടത്, ആശ്വസിപ്പിക്കാനും എങ്ങനെ അത് പരിഹരിക്കാനും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഏത് വിഷയത്തിലും ഈ നാട്ടിൽ വിഷം ഏത് രീതിയിലൊക്കെ കുത്തിവെക്കാമോ, അത് ജാതിയുടെ കാര്യത്തിലായിക്കോട്ടെ, സാമ്പാറിന്റെ കാര്യം പറഞ്ഞ് ജാതി കുത്തിവെക്കുന്നവൻ, ഓരോ വിഷയത്തെയും ഓരോ അപകടത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാശ് കൊടുക്കുന്നവരെ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചാനലിൽ കൂടി വിളിച്ചു പറയുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർ ഈ നാടിന്റെ ഒരു വലിയ ശാപം തന്നെയാണെന്ന് എത്രയൊക്കെ നമ്മൾ മാറ്റിവെച്ചാലും പറയാതിരിക്കാൻ കഴിയില്ല. രണ്ടാമത്, നമുക്ക് പ്രളയം വന്ന സമയത്ത് രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. അന്ന് പ്രളയം വന്ന സമയത്ത് ഇന്ത്യൻ ആർമി ഇവിടേക്ക് സഹായത്തിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു ജനരോഷം ഉയർന്നു വന്നു. അന്ന് നമ്മൾ ഇന്ത്യൻ ആർമിയെ ഇവിടേക്ക് കൊണ്ടുവന്നില്ല. പകരം ഇന്ത്യൻ ആർമിയെ പിന്നീട് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത്? തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും വഴി ഇന്ത്യൻ ആർമിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അന്ന് മന്ത്രിയാണോ അതോ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരാണോ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. അന്ന് അദ്ദേഹം പറയുകയാണ്, ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് അവർക്ക് ഇടുക്കിയിലും മറ്റു പ്രദേശത്തും ഒക്കെ വെള്ളം പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഇതൊക്കെ അറിയാവുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർമാർക്കും ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്കെച്ചിങ് ഇവരുടെ മനസ്സിലുണ്ട്, ഇവർക്ക് ആ പ്രദേശത്തെ കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഏൽപ്പിച്ചതെന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ശരിയാണ്, പാകിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ യുദ്ധം വന്നിരുന്ന സമയത്ത്
ഇന്ത്യൻ ആർമി അവിടേക്ക് പോകുന്ന അവിടുത്തെ വില്ലേജ് ഓഫീസറെ വിളിച്ചു ചോദിക്കും, അവിടുത്തെ തഹസിൽദാരെയൊക്കെ വിളിച്ചു ചോദിക്കും, അതെ ഞങ്ങളിപ്പോ അങ്ങോട്ട് 2 ബോംബിടാൻ വരുന്നുണ്ട്, നിങ്ങൾ അവിടുത്തെ ഒരു റൂട്ട് മാപ്പ് ഞങ്ങൾക്ക് തന്നാലേ വലിയ ഉപകാരം. ഇതുപോലെ വിവരമില്ലാത്ത വിഡ്ഢികൾ നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഉണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ സംവിധാനത്തിൽ മാത്രമല്ല കർണാടകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിന്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വീഴ്ചയെ പറയാതിരിക്കാനും കഴിയത്തില്ല. ഒരു മനുഷ്യജീവൻ, അത് 1000 മനുഷ്യന്റെ ജീവനായിക്കോട്ടെ, ഒരു മനുഷ്യജീവനായിക്കോട്ടെ, ആ മനുഷ്യ ജീവന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കാമോ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി നമുക്കുണ്ടാകണം. അത്തരത്തിലുള്ള ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ കഥകളിലും മറ്റുമൊക്കെ വായിച്ചിട്ട് ഒന്നും വേണ്ട. നമ്മൾ ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ കാണുമ്പോൾ ആ ബാഹുബലി സിനിമയില് രാജാവാകാനുള്ള യോഗ്യതയെ കുറിച്ചിട്ട് രാജമാത പറയുമ്പോ ബാഹുബലിയെ കുറിച്ച്, അമരേന്ദ്ര ബാഹുബലിയെ കുറിച്ച് എന്താ പറയുന്നത്? മറ്റ് ശത്രുക്കളുടെ ജീവൻ എടുക്കുന്നതിൽ മാത്രമല്ല ഒരു രാജാവ് പ്രാധാന്യം കാണിക്കേണ്ടത്, തന്റെ പ്രജ, അത് രാജാവിന്റെ സൈന്യത്തിൽപ്പെട്ടവർ മാത്രമല്ല, തന്റെ ചുറ്റിനുമുള്ള ഒരു പ്രജയുടെ ജീവൻ പോകുന്നത് തടഞ്ഞുകൊണ്ട് വേണം അവൻ ശത്രുവിന്റെ തലേരിയാൻ. അങ്ങനെ ഒരു സീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ബാഹുബലി സിനിമയിൽ നമ്മൾ കണ്ട രംഗമുണ്ട്. ഇതൊരു ഭരണാധികാരിയുടെ മനസ്സിലുണ്ടാവണം. 1000 പേരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരാളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊരു ഭരണകൂടത്തിന്റെയും ഭരണാധികാരിയുടെയും വീഴ്ച തന്നെയാണ്. അതിനാക്കം കൂട്ടിയത് ഇത്തരം മാധ്യമ പ്രവർത്തകർ അനാവശ്യമായി ഈ വിഷയത്തിൽ ബഹളം വെച്ച് ചർച്ച ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൊണ്ട് അവരെ പ്രഷറിലാക്കിയ സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നാളെയിലും അപകടങ്ങൾ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് അത് പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നമുക്ക് വിമർശിക്കാം. പക്ഷെ ആ വിമർശനം എന്ന് പറയുന്നത് ക്രിയാത്മകമായിരിക്കണം. അതായത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. പലപ്പോഴും നമുക്കറിയില്ല ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നൊന്നും നമുക്കാർക്കും അറിയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കുക. ഇതിന് കൊറോണ വരുന്നു. കൊറോണ വന്ന സമയത്തും ഭീതിയല്ല, അത് അനാവശ്യ ഭീതി. ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്ത് സുഖമില്ലാതെ ഒരു ആശുപത്രി കിടക്കുന്ന സമയത്ത് അവൻ മരണപ്പെട്ടു പോകും എന്ന് ഡോക്ടർ നിങ്ങളോട് പറയുകയാണ്. കക്ഷി ഒരിക്കലും രക്ഷപ്പെട്ടില്ല, പരമാവധി 6 മാസം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ പോലും നമ്മൾ എന്തായിരിക്കും അവിടെ ചെന്ന് പറയുക? എടാ നിനക്ക് ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ട് നീ എന്റെ ഒപ്പം നീ തിരിച്ചു വരും, അല്ലെങ്കിൽ അളിയാ നമ്മൾ ഇനി ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അവന് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ വാക്കിൽ അവൻ 6 മാസം ഒരു പക്ഷെ അധികം ജീവിച്ചേക്കും. അതേസമയം മരിച്ചൊന്നും പോകത്തില്ല, കുറച്ച് സീരിയസ് ആണെന്ന് വെച്ചോളൂ. അവനെ അവിടെ ചെന്നിട്ട് ഈ രോഗി നമ്മളോട് പറയുകയാണ്, എടാ ഇത് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറയുന്നത്, രക്ഷയോട് വരികയല്ലേ, അയ്യോ എന്റെ പൊന്നടിയാ ഈ രോഗം വന്ന് എത്ര പേരാ ചത്തുപോയേക്കുന്നത്, ഓ ഇത് വലിയ പാടാടാ, ഇനിയിപ്പോ നീ ഉള്ള കാലം നീ അങ്ങ് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കാം, അല്ലാതെ ഇപ്പൊ ഞങ്ങളെന്തോ പറയുന്നത് എന്ന് പറയുന്നതാണോ അതിന്റെ മര്യാദ? അപ്പൊ നമ്മൾ ഒരാൾക്ക് എങ്ങനെയാണ് ധൈര്യം കൊടുക്കേണ്ടത്? ഇവിടെ ഒരു 99% പേർക്കും ജലദോഷം പോലെ വന്നുപോയ ഒരു രോഗത്തെ അറ്റാക്ക് മൂലം മരിച്ച എത്ര പേരുണ്ടെന്ന് ആലോചിക്കണം. കാരണം ഇവന്മാരുടെ വാർത്ത കേട്ടിട്ട് ABCD ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൂടാതെ അനാവശ്യ ഭീതി പടർത്തി വിഷയങ്ങളെ അനാവശ്യമായി വഴിതിരിച്ചു വിടുന്ന ഇത്തരക്കാരെയാണ് സൂക്ഷിക്കേണ്ടത്. നാളെയിലും നമുക്ക് മുന്നിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ദയവ് ചെയ്ത് ഈ സാഹചര്യങ്ങളിൽ ഈ മാധ്യമ പ്രവർത്തകർ ഒരല്പം മാന്യത കാണിക്കാൻ ശ്രമിക്കണം. പരമാവധി ഇത്തരം രക്ഷാപ്രവർത്തകർക്ക് വേണ്ട പിന്തുണ കൊടുക്കണം. അതും പണി അറിയാവുന്നവർക്ക് വേണം. അല്ലാതെ വഴിയിൽ നിന്ന് വന്ന് കയറി രക്ഷാപ്രവർത്തകനാന്ന് വന്ന് പറഞ്ഞ് അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് ഭക്ഷണം കൊണ്ട് കൊടുക്കാം, രക്ഷാപ്രവർത്തനം നമുക്ക് ചെയ്യാം. അപ്പൊ പ്രളയം വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ കടലോരങ്ങളിൽ നിന്നും എത്രയോ മനുഷ്യർ സ്വന്തം ജീവിതം കളഞ്ഞ് സ്വന്തം സമയം കളഞ്ഞ് അവർ ഓടിപ്പിടിച്ച് അവരുടെ ബോട്ടും കൊണ്ട് എവിടൊക്കെ ഓടി നടന്നു കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അവർ ചെയ്യുന്ന കാര്യങ്ങളും ഇന്ത്യൻ ആർമി ചെയ്യുന്ന കാര്യങ്ങളും ഒന്നല്ല, രണ്ടും രണ്ടാണ്. 2 തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണത്. അവർ ചെയ്യുന്നതിന് കുറച്ചുകൂടെ മാനുഷിക മൂല്യമുണ്ടാകും. മറ്റവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുകയായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതും നാളെയിലും ഇതുപോലെ ഉണ്ടാവും. അപ്പൊ അനാവശ്യമായിട്ട് വിഷയത്തെ വഴിതിരിച്ചു വിടുന്ന മാധ്യമപ്രവർത്തകരെ തിരിച്ചറിയുക, പ്രോത്സാഹിപ്പിക്കാൻ. കാശ് മേടിച്ച് അവനവന്റെ ചാനലിൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും യൂട്യൂബില് പ്രൈം ടൈമിൽ ഓടുന്ന ഒരു വിഷയം എടുത്തു വെച്ച് ആളിക്കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം. നിനക്കൊക്കെ എന്ത് സ്നേഹമാണ് അവിടെ? നീയൊക്കെ നാളെ അടുത്ത വാർത്ത ഇറങ്ങി. നിനക്കല്ലാതെ അർജുനോടൊക്കെ എന്ത് മാന്യത, എന്ത് സ്നേഹം? ഇവിടുത്തെ ഏത് മനുഷ്യ ജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത്? നിനക്കൊക്കെ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത്? ഏത് വിഷയത്തിലാണ് നീയൊക്കെ നീതി നേടിക്കൊടുത്തിട്ടുള്ളത്? അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന കണക്ക് അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ എടുത്തു വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക. അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് നീയൊക്കെ കൊണ്ടുവന്നുള്ള വിഷയത്തിൽ നീതി നേടിക്കൊടുത്തിട്ടുള്ളത്? എത്രയോ വിഷയങ്ങൾ നിങ്ങൾക്ക് നമുക്ക് മുന്നിൽ വന്നു, എത്രയോ വിഷയങ്ങൾ വന്നു. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തെമ്മാടിത്തരമായി മാറരുത്. അത്രയേറെ അരിശമാണ് ഓരോരോ മാധ്യമ പ്രവർത്തനം വായി തോന്നുന്ന വിവരക്കേട് നിർമ്മിച്ചു പോകുന്നത് കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നത്. നാട്ടിൽ ആപത്ത് സൃഷ്ടിക്കത്തക്ക രീതിയിൽ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുക
വെക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് വരുന്നവരെ സത്യത്തിൽ വഴിയെ കണ്ടാൽ കാട്ടി ഓടിക്കുകയാണ് വേണ്ടത്. ഇത്തരക്കാർ നാടിന്റെ നന്മയെ മുൻകരുതി പ്രവർത്തിക്കുന്നവരെ വേണം നമുക്ക് ഇത് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അല്പം വൈകാരികമായി തന്നെ പ്രതികരിച്ചതാണ്. ഇനിയും പ്രതികരിക്കാതെ ഇനി പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് പ്രതികരിച്ചതാണ്. താങ്ക് യു. ഇതാണ് നമ്മുടെ അഖിൽ മാരാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കാണണം എന്നുള്ളൊരു ആവശ്യത്തിന് പുറത്താണ് അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കൂടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.